ഇന്ന് പ്രസ് ട്യൂബിൽ നമുക്കിപ്പോൾ ഉള്ളത് VS സനോജ് ആണ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം ഗൗരവത്തിലാണോ? അല്ല. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിങ്ങ് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും തുടങ്ങാം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. സേതുവിൻ്റെ ചോദ്യത്തിലേക്ക് ചെന്ന് ചാടി കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പത്രത്തിലേക്ക് കിടക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ, പക്ഷെ പല വാർത്തകൾ പലതരം തലക്കെട്ടുകളുള്ള ദിവസമാണിന്ന്. ഓരോ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവിധമായ തലക്കെട്ടുകൾ, വിവിധ സംഭവങ്ങൾ അവരുടെ താല്പര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ വാർത്താ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു കോൺഷ്യസ്നെസ്സിനും അനുസരിച്ച് അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മലയാള മനോരമയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബിനോയ് വിശ്വത്തിൻ്റെ ഈ എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണമാണ് ഇന്ന് മലയാള മനോരമയുടെ ഒരു മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത്. ആ കേസിന് ഞങ്ങളില്ല എന്ന് CPI പറയുന്നു. അതായത് എക്സാലോജിക്കൽ ന്യായീകരിക്കാനില്ലെന്ന് CPI. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസ് LDFൻ്റെ കേസല്ലെന്ന് തുറന്നടിച്ച ബിനോയ് വിശ്വം എന്നാണ് പറയുന്നത്. അതായത് ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഈ മകളുടെ വിഷയം, മകൾ ഒരു ഇൻഡിപെൻഡൻ്റായ ഒരു വ്യക്തിയാണ്, അവർക്ക് കമ്പനി നടത്താം, അവർ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അലിഗേഷൻസ് വന്നാൽ അത് അവരുടെ വിഷയമാണ് എന്നും അതൊരു മുഖ്യമന്ത്രിയിലേക്കുള്ള രാഷ്ട്രീയ ആരോപണമായിട്ട് മാറിയാൽ മുഖ്യമന്ത്രിയെ ഞങ്ങൾ പിന്തുണയ്ക്കും ആ കാര്യത്തിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കും. പക്ഷേ മകളുടെ വിഷയം എന്ന് പറയുന്നത് അതൊരു സെപ്പറേറ്റ് ഇൻസിഡൻ്റാണ്, അതിൽ LDFനോ CPIക്കോ ഒരു റോളുമില്ല എന്ന തരത്തിൽ ഒരു നിരീക്ഷണം CPI നടത്തിയിരിക്കുന്നു. അതിൽ രണ്ടർത്ഥത്തിലുള്ള അല്ലെങ്കിൽ രണ്ട് മുനകളുള്ള ഒരു നിലപാട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ CPI, പ്രധാനപ്പെട്ട LDFൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള CPIയെ സംബന്ധിച്ച് അവർക്ക് ചില വിയോജിപ്പുകൾ, നീരസങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, ഇത് പിണറായിയുടെ സർക്കാർ എന്നുള്ളതല്ല, ഇത് LDF സർക്കാരാണ് എന്ന് ഇടയ്ക്കിടെ CPI പറയുന്നു. അത് അവരുടെ ഉള്ളിലുള്ള ഈ തരത്തിലുള്ള ഒരു വിമർശനത്തെ കൂടെ സാധൂകരിക്കുന്ന തരത്തിലുള്ളതാണ്. മറ്റൊന്ന്, അവരുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു പിണറായി സർക്കാർ എന്നുള്ള തരത്തിൽ മാത്രം ഒരു ടാഗ് ലൈനിൽ കേരളത്തിൽ ഈ സർക്കാരിനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതിലുള്ള ഒരു രാഷ്ട്രീയ വിമർശനം ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ഉൾപ്പെടെ അവർ ഉന്നയിക്കാൻ ഈ വിഷയത്തിൽ ശ്രമിച്ചു എന്നുള്ളതും അത് വളരെ മനോഹരമായിട്ട് മലയാള മനോരമ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്ത ഒരുപക്ഷെ ആവേണ്ടിയിരുന്നത് KM എബ്രഹാമിൻ്റെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി ആരോപണവുമൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പക്ഷേ മലയാള മനോരമയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വാർത്തയ്ക്ക് ഒരു പ്രത്യേകതയുള്ളതിനാൽ, അതിനകത്തൊരു റിഫ്റ്റ് ഉള്ളതിനാൽ ഈ വാർത്തയ്ക്കാണ് അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഉൾപേജുകളിലേക്ക് നോക്കാം. അതായത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി നടക്കുന്നു എന്നുള്ള ഒരു വാർത്തയും കൂടെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ റിപ്പോർട്ട് അവർ നൽകിയിരിക്കുന്നു. സ്വതന്ത്ര പരീക്ഷണത്തിന് CPM, കോൺഗ്രസ് പട്ടികയിൽ ഷൗക്കത്തും ജോയിയും എന്നുള്ളതാണ്. നമുക്കറിയാം, നിലമ്പൂര് അൻവറിന് ശേഷം, അല്ലെങ്കിൽ അൻവറിൻ്റെ രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടാക്കിയ വലിയ വിവാദങ്ങളും CPMനെതിരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആ അവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ CPMനെ സംബന്ധിച്ചൊരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കണം, ആരെ സ്ഥാനാർത്ഥിയാക്കണം, നമ്മുടെ പ്രിയപ്പെട്ട സ്പോർട്സ് താരം ഷറഫ് അലി ഉൾപ്പെടെ ഇടതുപക്ഷത്തിൻ്റെ ലിസ്റ്റിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സമയമാണ്. അത് സംബന്ധിച്ചൊരു വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ കൗതുകകരമായ ചില വാർത്തകൾ കൂടെ ഇന്ന് മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. ക്യൂബൻ നടനിൽ നിന്ന് ജനറൽ സെക്രട്ടറിമാരുടെ വാച്ച് ലഭിച്ചവരിൽ ബേബി, സഖാവ് MA ബേബിയെക്കുറിച്ചുള്ള ചേ ഗവാര ബേബിയുടെ വാച്ചിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു കൗതുകകരമായ വാർത്ത ഇന്ന് മലയാള മനോരമ 11-ാം പേജിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ സെർഗിയോ കൊറിയേരി, അതായത് ഈ ക്യൂബൻ സന്ദർശന വേളയിൽ CPIഎമ്മിൻ്റെ നേതാക്കൾക്ക് അവിടെ സമ്മാനമായി ലഭിച്ചൊരു വാച്ച് MA ബേബി ഇപ്പോഴും കൊണ്ടു നടക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കൗതുക വാർത്തയാണത്. ഒപ്പം തന്നെ നമുക്ക് 11-ാം പേജിൽ അമിത്ഷായുടെ ചെന്നൈയിലേക്കുള്ള സന്ദർശനം, ഒപ്പം തന്നെ BJP ADMK സഖ്യം സംബന്ധിച്ച് അവർ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ദേശീയ അധ്യക്ഷൻ്റെ സ്ഥാനം, അത് തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ ഉടനെ തന്നെ നടക്കും, JP നഡ്ഡയെ മാറ്റുന്നു, പുതിയ ദേശീയ അധ്യക്ഷൻ വരുമെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്ന ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു.
ഇത്തരം വാർത്തകളിൽ ഇതിൽ രസകരമായിട്ട് എനിക്ക് തോന്നിയ വേറൊരു വാർത്ത അത് ഞാൻ നോക്കുകയാണ്, ഒരു മിനിറ്റ്. കോപ്പിയടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് നാണക്കേടായി വിധിയിലെ കോപ്പിയടി എന്ന് പറഞ്ഞ് മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര പുറപ്പെടുവിച്ച ആർബിട്രേഷൻ ഉത്തരവ് റദ്ദാക്കി. അതായത് വിധിന്യായത്തിന് പകർപ്പുകൾ ഉണ്ടാവുന്നു, വിധിന്യായം കോപ്പിയടിക്കപ്പെടുന്നു എന്നുള്ള ഒരു കൗതുകകരമായ വാർത്ത കൂടെ മലയാള മനോരമ ഇന്ന് കൊടുത്തിരിക്കുന്നു. മാതൃഭൂമിയിൽ പതിവ് പോലെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കെ എം അബ്രഹാം തന്നെയാണ്. കെ എം അബ്രഹാമിൻ്റെ സ്വത്ത് CBI കേസ് CBI അന്വേഷിക്കും. ഒപ്പം തന്നെ ഇന്ന് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പിണറായിയും വെള്ളാപ്പള്ളിയും കൂടെ ഒരു വേദി പങ്കിടുകയും 30ാം വാർഷിക SNDPയുടെ തലപ്പത്തേക്ക് വന്നതിൻ്റെ ഒരു ആഘോഷം. മറ്റൊന്ന് അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം മലപ്പുറത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം നടത്തിയിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന ഒരു ചടങ്ങിൽ പിണറായി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് വളരെ പ്രസക്തമായിരുന്നു. ഏതായാലും പിണറായി വെള്ളാപ്പള്ളിയെ വലിയ രീതിയിൽ പുകഴ്ത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. ആ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ റാണയുടെ, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ക്യാരി ചെയ്ത വാർത്തയാണ് റാണയുടെ കുറ്റബോധം തെല്ലുമില്ലാതെ റാണ എന്ന് പറയുന്ന ഒരു വാർത്ത കൊടുത്തിരിക്കുന്നു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ, അതായത് മാതൃഭൂമി ഇന്ന് 9ാം പേജിൽ കൊടുത്തിരിക്കുന്നൊരു വാർത്ത, വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടിന് പഴുതുണ്ട്, ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്ന് തുളസി ഗബ്ബാർഡ് പറഞ്ഞിരിക്കുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നേണ്ടി വരും. കാരണം ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്ന് US ഇൻ്റലിജൻസിൻ്റെ മേധാവി പറഞ്ഞിരിക്കുന്ന വാർത്ത ഇന്ന് മാതൃഭൂമി പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സിനിമ നമ്മുടെ ഹെഡ്ഗേവാറിൻ്റെ പ്രശ്നം പാലക്കാട് കത്തി നിൽക്കുന്ന സമയത്ത് ഫുലെ ജ്യോതിബായി ഫുലെയുടെ സിനിമ നോർത്ത് ഇന്ത്യയിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഉണ്ട്. ആനന്ദ് മഹാദേവൻ്റെ ഫുലെക്കെതിരെ ബ്രാഹ്മണ സംഘടനകൾ എന്ന വാർത്ത മാതൃഭൂമിയിലുണ്ട്. റിലീസ് 2 ആഴ്ച നീട്ടി. അതിൽ കുറേ കട്ടുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണ സംഘടനകൾ ഒരു ദളിത് വിമോചന പോരാട്ടം നടത്തിയൊരു വ്യക്തിയുടെ ജീവിതം വരുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കാനിടയുള്ള ഒരു വലിയ എതിർപ്പ് വന്നിരിക്കുന്നു. അപ്പോൾ ഹെഡ്ഗേവാറിൻ്റെ പാലക്കാട് നഗരസഭയിലെ രാഷ്ട്രീയ പോരും ഫുലെക്കെതിരെയായിട്ടുള്ള ബ്രാഹ്മണ സംഘടനകളുടെ നിലപാടും മാതൃഭൂമി പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. ഹിന്ദുവിൽ നിന്ന് പതിവ് പോലെ നമ്മുടെ BJP AIADMK വാർത്ത തന്നെയാണുള്ളത്. ഒപ്പം തന്നെ ഒരു മർഡർ കേസ് മഹാരാഷ്ട്രയിലെ ഒരു മർഡർ കേസ് എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയത്തെയും അവിടുത്തെ ഇപ്പോഴത്തെ സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു ഗ്രൗണ്ട് സീറോ, ഒരു എക്സ്പ്ലെയിനർ ഹിന്ദു എന്ന് കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനിയിൽ എനിക്കിന്ന് ഒരു കൗതുകരമായിട്ട് തോന്നിയത് സ്പോർട്സ് പേജിലെ വാർത്തയാണ്. മാധ്യമവും ദേശാഭിമാനിയും കൊടുത്തിരിക്കുന്ന സ്പോർട്സ് പേജ് വാർത്തകളാണ്. അതായത് ചെന്നൈയുടെ പരാജയത്തെക്കുറിച്ചാണ്. ചെന്നൈ തവിടുപൊടി എന്ന് പറഞ്ഞുള്ളൊരു വാർത്ത കൊടുത്തിരിക്കുന്നു. മാധ്യമവും തലവര മാറാതെ ചെന്നൈ എന്ന് പറഞ്ഞ് മാധ്യമം കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ധാരാളം വാർത്തകളുള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന്. ഒപ്പം തന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം. SNDPയുടെ പരിപാടിയിൽ പിണറായി പങ്കെടുത്തു. ഒപ്പം തന്നെ KPMSൻ്റെ പരിപാടിയിൽ അവരുടെ വലിയ മഹാറാലി സംഘടിപ്പിച്ച ആലപ്പുഴയിൽ പിണറായി വിജയൻ പങ്കെടുത്തിരിക്കുന്നു. അത് ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. മാരി സെൽവരാജിനെ പോലും സംവിധായകനെ വീണ്ടും മധുരയിലെ കോൺഗ്രസ് വേദിയിൽ നിന്ന് കണ്ടുമുട്ടിയതിന് ശേഷം വീണ്ടും മാരി സെൽവരാജിനെ കൈകൊടുക്കുന്ന ചിത്രം അവർ നൽകിയിരിക്കുന്നു. ഈ 2 പരിപാടികളിലെ പിണറായി വിജയൻ്റെ പങ്കാളിത്തം വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ ഡിസിഷനായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും. കാരണം 2026 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വളരെ പ്രസക്തമായ ഒരു നീക്കം എന്നുള്ള രീതിയിൽ കൂടെ നമുക്കറിയാം. ഏതായാലും അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു 1ാം പേജിലുള്ളൊരു വാർത്തയെക്കുറിച്ച് നമ്മൾ എന്തായാലും വാർത്ത മീൻസ് അതിനൊരു പടം, ആ പടം ഒരു റെസ്ക്യൂ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം നമ്മളാണത് ആ വിഷ്വൽ കണ്ടിട്ട് പെട്ടെന്ന് അതെടുത്ത് ബ്രേക്ക് ചെയ്തത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ പേജിൽ. അതായത് 18 റെസ്ക്യൂഡ് ഫ്രം അഹമ്മദാബാദ് ബിൽഡിംഗ് ബ്ലേസ് എന്ന് പറയുന്ന ഒരു വാർത്ത. അതൊരു ഫോട്ടോ സഹിതമുള്ളതാണ്. ക്ലോസ് ഷേവ് എന്ന് പറഞ്ഞ് ഒരു വാർത്ത ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്യുന്ന വാർത്തയാണത്. നമ്മളിന്നലെ ഒരുപക്ഷെ മലയാളത്തിൽ നമ്മൾ മാത്രമായിരിക്കും അത് ഇന്നലെ കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ആ വാർത്ത ഇന്നലെ നൽകിയിരുന്നു. അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇന്ന് 1ാം പേജിൽ ഒരു വാർത്തയുണ്ട്. ഈ വാർത്ത വലിയ ചർച്ചാ വിഷയമാവാൻ സാധ്യതയുള്ള ഒരു വാർത്ത എന്ന നിലയ്ക്കും കൂടെ നമുക്ക് കാണേണ്ടി വരും. CPM amazed 100 crore undisclosed wealth alleges ED എന്ന് പറഞ്ഞിട്ടാണ്. 100 കോടിയുടെ സ്വത്ത് വിവരങ്ങൾ, വെളിപ്പെടുത്താത്ത സ്വത്തിനെ കുറിച്ചുള്ള
CPM-നെ കുറിച്ച് കരുവന്നൂർ കേസിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ അസറ്റ് പ്രോപ്പർട്ടീസിൻ്റെയൊക്കെ വാല്യൂ വെച്ചിട്ടിരിക്കുന്ന ഒരു വിലയിരുത്തലാവാം ഒരു പക്ഷേ. ഇത് ഏതായാലും ഇക്കാര്യത്തിൽ ED കൂടുതൽ ആരോപണങ്ങൾ കോടതിയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്ന് തുടങ്ങിയ വാർത്തകളാണ് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഒന്നാം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഏതായാലും പലതരത്തിലുള്ള വാർത്തകളുടെ ഒരു ദിവസം എന്ന രീതിയിൽ നമുക്ക് പറയാം. ഇന്ന് കൂടുതൽ എന്തൊക്കെയാണ് സംഭവിക്കുക, കൂടുതൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് എന്തായാലും കാത്തിരിക്കാം. സേതു. ഓക്കെ VS സനോജ്.